ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വണ്ടിക്ക് ഏത് നിമിഷം പണി കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കംപ്ലൈൻറ്റിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് വീഡിയോയിൽ സംസാരിക്കുന്നത്. കാരണം എനിക്ക് 2 ദിവസം മുന്നേ ഈ ചെറിയൊരു പണി എനിക്ക് കിട്ടി. അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ട്രാഫിക്കിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എങ്ങടെയും അത്യാവശ്യത്തിന് വണ്ടി എടുത്ത് പോകുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയൊരു പണി മതി നമ്മുടെ വണ്ടി നമുക്ക് എങ്ങോട്ടും കൊണ്ടുപോകാനായിട്ട് പറ്റില്ല, സൈഡാക്കി നിർത്തേണ്ടി വരും. കൂടുതൽ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും, പക്ഷേ കുറച്ച് പേരെങ്കിലും അറിയാത്ത ആൾക്കാർ ഉണ്ടാവും. ഇത് സംഭവം വേറെ ഒന്നുമല്ല, വളരെ ചെറിയ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ മാരുതിയുടെ വണ്ടികൾക്കൊക്കെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്നൊരു സാധനം തന്നെയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്, ഇതാണ് സംഭവം. നമ്മൾ ക്ലച്ച് പിടിച്ചാൽ നമ്മൾ ഗിയർ സെലക്ട് അല്ലെങ്കിൽ ഗിയർ മാറ്റുന്ന സമയത്ത് നമ്മൾ ഗിയർ വീഴില്ല. അതായത് നമ്മളെ ഗിയർ നമ്മൾ ഫസ്റ്റിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിലും, അതേപോലെ സെക്കൻഡിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ റിവേഴ്സ് ഇടുകയാണെന്നുണ്ടെങ്കിലും, അതേപോലെ ഫിഫ്ത്ത് ഇടുകയാണെന്നുണ്ടെങ്കിലും ഈ 4 പരിപാടി ഇതിനകത്ത് നടക്കില്ല. ഈ ഒരു സംഭവം കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ വെച്ചാൽ വളരെ സിമ്പിൾ മൈന്യൂട്ട് ആയിട്ടുള്ള വെറും 25 രൂപ എക്സ്പെൻസ് വരുന്നൊരു ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ളൊരു കാര്യമാണിത്. പക്ഷേ ഈ ഒരൊറ്റ സാധനം കാരണം കൊണ്ട് നമ്മുടെ വണ്ടി നമ്മൾ സൈഡാക്കി നിർത്തേണ്ട ഒരു അവസ്ഥയിൽ വരും. പെട്ടെന്ന് നമ്മൾ ട്രാഫിക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഈ ഒരു സാധനം കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞിട്ട് വെച്ചാൽ ആകെ നമുക്ക് ഫോർത്തും അതേപോലെ തേർഡും മാത്രമേ ഇടാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ കണ്ടില്ലേ, ഗിയർ ഇടുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഫസ്റ്റിലേക്ക് ഇട്ടു, പക്ഷേ ഫസ്റ്റിൽ ചാടിയിട്ടില്ല. അതേപോലെ സെക്കൻഡിലേക്ക് ഇട്ടു, സെക്കൻഡ് ചാടിയിട്ടില്ല. കണ്ടോ, നമ്മുടെ ഈ ലിവർ വീണ്ടും കറക്റ്റായിട്ട് റിട്ടേൺ വരുന്നത് കണ്ടില്ലേ, കണ്ടോ. ഈ ഒരു അവസ്ഥയാണ്. ഈ ഒരു അവസ്ഥ ഇത് പലർക്കും അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ്. ഇത് സംഭവം എന്താണെന്ന് പറഞ്ഞിട്ട് വെച്ചാൽ, നമ്മുടെ ഗിയർ ലിവറിൻ്റെ ഒരു സെലക്ടർ കേബിൾ ഉണ്ട്, 2 സെലക്ടർ കേബിൾ ഉണ്ട്. ആ 2 സെലക്ടർ കേബിളിൻ്റെ ചെറിയൊരു ബുഷ് ഉണ്ട്. ആ ബുഷ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഇത്. എന്താ സംഭവം എന്ന് ഞാൻ ജസ്റ്റ് ആദ്യം ഒന്ന് കാണിച്ചു തരാം. ബുഷ് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇതാണ് നമ്മുടെ ആ സെലക്ടർ കേബിളിൻ്റെ ബുഷ് എന്ന് പറയുന്നത്. ഈ ഒരൊറ്റ സാധനം കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ഗിയർ സെലക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത്. നമ്മൾ ട്രാഫിക്കിലോ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ എടുത്ത് എങ്ങടെയിലൊക്കെ ധൃതിയിൽ പോകുന്ന സമയത്തൊക്കെ ഈ സാധനം കംപ്ലൈൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല മുട്ടം പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഈ പഴയ സാധനമാണിത്, കണ്ടില്ലേ. ഇതൊരു റബ്ബറിൻ്റെ ഒരു സാധനമാണിത്, റബ്ബറിൻ്റെ ഒരു ബുഷാണ്. അപ്പോൾ ഈ സാധനം കുറേ കാലമായിട്ട് ഉപയോഗിക്കുമ്പോഴും അതേപോലെ നമ്മൾ ചറവറാന്ന് ഗിയറിട്ട് പോകുന്ന സമയത്തൊക്കെ ഇത് കൂടുതലായിട്ട് പൊടിഞ്ഞ് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ സാധനം നമുക്ക് ഈ മാരുതിയുടെ ആക്സസറി ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഏകദേശം 25 രൂപയാണ് ഒരെണ്ണത്തിന് വരുന്നത്. നമ്മളിത് ഒന്നോ രണ്ടെണ്ണോ ഒക്കെ മേടിച്ച് നമ്മൾ കീപ്പ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഈ സാധനം എങ്ങനെ ഇടുകയെന്നും അതേപോലെ ഈ സാധനം കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞിട്ട് വെച്ചാൽ ഏതൊക്കെ രീതിയിലാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ഈ ഗിയർ ഇങ്ങനെ വീഴാത്ത ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ട് വെച്ചാൽ നമുക്ക് കൂടുതലായിട്ട് 2 പോസിബിലിറ്റീസാണ് ഉള്ളത്. ഒന്ന്, ഇവിടുത്തെ സെലക്ടർ കേബിളിൻ്റെ കണക്ഷൻ വിട്ടിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എഞ്ചിൻ സൈഡുള്ള സെലക്ടർ കേബിളിൻ്റെ കണക്ഷൻ വിട്ടിട്ടുണ്ടാവും. നമുക്ക് എഞ്ചിൻ സൈഡ് ആദ്യം നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഇവിടുത്തെ സെലക്ടർ കേബിൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഈ ഭാഗം റിമൂവ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മൾ ആദ്യം അവിടുത്തെ നമ്മളെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളത്തെ സെലക്ടർ കേബിൾ മിസ്സായിട്ടുണ്ടോ അല്ലെങ്കിൽ ഡിസ്കണക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ടോ എന്നാണ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇതാണ് സംഭവം. അത് നമ്മൾ ആദ്യം ബൂട്ട് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മുടെ ഹുഡ്, നമ്മുടെ ബോണറ്റ് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ പൊക്കി നോക്കുക. പൊക്കി നോക്കിയിട്ട് ഇതാണ് നമ്മുടെ സെലക്ടർ കേബിൾ ഒരെണ്ണം. അതേപോലെ തന്നെ ഈ ഭാഗത്ത് വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, കണ്ടല്ലേ. ഈ ഒരു സംഭവം ഈ 2 എണ്ണമാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഡിസ്കണക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ, നമ്മൾ ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഗിയറുകളൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടല്ലേ, ഓരോ രീതിയിലും താഴത്തേക്കും മുകളിലേക്കൊക്കെ ആവും. അതേ രീതിയിൽ തന്നെ ഇവിടെ അതിൻ്റെ ആക്ഷൻ വരുന്നുണ്ട്, കണ്ടല്ലേ. ഞാൻ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു ആക്ഷൻ വരുന്നുണ്ടല്ലേ. ഈ കേബിളാണ് സംഭവം. അത് കണ്ടോ, ഈ ഒരു കേബിളുകൾ കാരണം കൊണ്ടാണ് നമുക്ക് ഗിയറുകൾ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ സാധനം ഇവിടെ ഡിസ്കണക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ടോ എന്ന് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതൊന്നും ഡിസ്കണക്റ്റ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് നോക്കാം. കണ്ടോ, സാധനം ഇവിടെ അതേപോലെ തന്നെ ഡിസ്കണക്റ്റ് ആയിട്ട് കിടക്കുന്നില്ല. ഇതൊക്കെ നല്ല പ്രോപ്പറായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെയല്ല നമ്മുടെ പ്രശ്നം വരുന്നത്. അപ്പോൾ പ്രശ്നം വരുന്നത് നമ്മുടെ ഗിയർ ലിവറിൻ്റെ ആ ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഈ ഭാഗം നമ്മൾ പൊക്കുകയാണ് വേണ്ടത്. അതായത് ഈ പാനൽ നമുക്ക് അഴിച്ചെടുക്കണം. ഇത് റിറ്റ്സിൻ്റെ അഴിച്ചെടുക്കാൻ വളരെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യമാണ്. വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഊരിയെടുക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒന്നല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള ഒരു പരന്ന ടൈപ്പിലുള്ളൊരു സാധനമാണ്. അതിന് നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊക്കി കൊടുത്താൽ മതി. നമ്മുടെ റിറ്റ്സിൻ്റെ ഇത് നമുക്ക് പോയി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നേരാക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മുടെ വേറെ ഇപ്പോൾ സ്വിഫ്റ്റിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ കേട്ടണോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അൾട്ടോൻ്റെ ഒക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഭാഗമൊക്കെയാണ് ഈ ഭാഗത്താണ് അതിൻ്റെ വരിക. ഈ ഭാഗമൊക്കെ നമ്മൾ ഈ സെൻറ്റർ പാനലൊക്കെ അഴിക്കേണ്ടി വരും. റിറ്റ്സ് ആകുമ്പോൾ ഇത് ഫുള്ള് പ്രസ്സിങ് ആണ് വരുന്നത്. സിമ്പിളായിട്ട് നമുക്ക് അഴിച്ചെടുക്കാം. അതിനുശേഷം ഈ സാധനം നമുക്ക് ഈ റബ്ബറിൻ്റെ ഈ ഭാഗം പൊക്കിയിട്ട് മാറ്റി വയ്ക്കാം. കണ്ടില്ലേ, ഇത് ഡിസ്കണക്റ്റ് ആയിട്ട് കിടക്കുന്ന കാരണം കൊണ്ടാണ് നമുക്ക് ഗിയർ സെലക്ട് ചെയ്യാനായിട്ട് പറ്റാത്തത്. ജസ്റ്റ് ആദ്യം കാണിച്ചു തരാം ഞാൻ. കണ്ടില്ലേ,
ഈ കേബിളാണ് നമ്മുടെ ഡിസ്കണക്റ്റ് ആയിട്ട് കിടക്കുന്നത്. ഈ കേബിളാണ്. ഈ കേബിളിൻ്റെ കണക്ഷൻ ഈ നോബിലേക്കാണ് വരേണ്ടത്. ഈ നോബ് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു ആക്ഷൻ, അതായത് നമ്മൾ ഗിയർ സെലക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഇങ്ങനൊരു ആക്ഷൻ ഉണ്ടല്ലോ, ഒരു സൈഡിലേക്കുള്ള അതേപോലെ ഈ രണ്ട് സൈഡിലേക്കുള്ള ആക്ഷനാണ് നമ്മുടെ ആ കേബിൾ നിയന്ത്രിക്കുന്നത്. ഈ ഗിയർ നോബ് നമ്മുടെ ഈ സൈഡിലേക്ക് നീക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് സെക്കൻഡും അതേപോലെ ഫസ്റ്റും നമുക്ക് ഇടാനായിട്ട് പറ്റുള്ളൂ. അതേ രീതിയിൽ തന്നെ ഈ സൈഡിലേക്ക് നീക്കിയാൽ മാത്രമാണ് നമുക്ക് ഫിഫ്ത്തും അതേപോലെ റിവേഴ്സും ഇടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ കേബിൾ കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇടാൻ പറ്റില്ല, സെക്കൻഡ് ഇടാൻ പറ്റില്ല, ഫിഫ്ത്ത് ഇടാൻ പറ്റില്ല, റിവേഴ്സ് ഇടാൻ പറ്റില്ല. തേർഡും ഫോർത്തും മാത്രം ഇടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ ട്രാഫിക്കിൽ നിന്നൊക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റിൽ സെക്കൻഡൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തേർഡിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ക്ലച്ച് നല്ല രീതിയിൽ താങ്ങിയിട്ട് എടുക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അത് അറിയാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അറിയാത്ത ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടി എന്തായാലും അവിടെ തന്നെ വഴിയിലായിട്ട് അവിടെ കിടക്കും. അപ്പോൾ ഇത്തരം രീതിയിൽ നമുക്ക് താൽക്കാലികമായിട്ട് നമ്മൾ ട്രാഫിക്കിൽ നിന്നോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അർജൻറ്റായിട്ട് എങ്ങോട്ടേലും പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് ഓടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പരിപാടി ഉണ്ട്. അത് ചെയ്തിട്ടാണ് ഞാൻ അന്ന് എനിക്ക് പെട്ടെന്ന് അർജൻറ്റായിട്ടൊരു സ്ഥലത്തേക്ക് പോകേണ്ട സമയത്താണ് ഇതൊരു ഇഷ്യൂ ഉണ്ടായത്. അപ്പോൾ ഞാൻ അന്ന് ഇതേ രീതിയിലാണ് ചെയ്തത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അത് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ, പെട്ടെന്ന് പോകുന്ന സ്ഥിതിക്ക് അത് ചെയ്തിരിക്കുന്നത്, ഞാൻ ചെറിയ രീതിയിലുള്ള നമ്മുടെ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉണ്ടല്ലോ, നമ്മുടെ ഇതേ രീതിയിലുള്ള ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉപയോഗിച്ചിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് കൂടുതലായിട്ട് ലൈഫ് ലോങ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ഇതിനകത്ത് വെക്കാനായിട്ട് പറ്റില്ല. കാരണം കണ്ടില്ലേ, ഇത് ജസ്റ്റ് ഒന്ന് തള്ളിയാൽ തന്നെ ഇതിനകത്തുനിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകും. അപ്പോൾ എനിക്ക് അന്നേരം അത്യാവശ്യം ഉണ്ടായപ്പോൾ ഞാൻ ഇതേ രീതിയിലാണ് ചെയ്തത്. പക്ഷേ നമ്മൾ ഈ സെലക്ടർ കേബിൾ പുതിയത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോസ്റ്റ് വരുന്ന ഒരു കാര്യമാണ്. ഏകദേശം 12,000 രൂപയോളം ഈ സെലക്ടർ കേബിളിന് വരും. അതേപോലെ അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലേബർ വേറെയും വരും. അപ്പോൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സെലക്ടർ കേബിൾ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാനോട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ബുഷ് നമുക്ക് മേടിക്കാൻ കിട്ടുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഇട്ടിട്ട് വളരെ സിമ്പിളായിട്ട് ശരിയാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാനിത് എങ്ങനെ ബുഷ് ഇടുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഇടയിൽ കൂടെ കൈ ഇട്ടിട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനേക്കാൾ നല്ലത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാനലുണ്ടല്ലോ, ഈ പാനൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അതഴിക്കുക. അതേ രീതിയിൽ തന്നെ ഇവിടെ രണ്ട് പ്രസ് ബട്ടൺ ഉണ്ട്. അപ്പോൾ ആ സാധനം അഴിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് അതൊന്ന് തിക്കി കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് ഈ സാധനത്തിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കൈയിട്ട് ചെയ്യാനായിട്ട് പറ്റും. സെലക്ടർ കേബിൾ ഇങ്ങനെ എടുക്കുക. ഇതിൽ തന്നെ ഈ സാധനം നമ്മൾ പ്രസ് ചെയ്തിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞെക്കിയിട്ട് കൊടുക്കാൻ പറ്റും. അല്ലേ, സിമ്പിളായിട്ട് ഈ സാധനം ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇത് പ്രസ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഈ സാധനം ലോക്കായി, പിന്നെ ഇത് പോരില്ല. ഉണ്ടല്ലേ, ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. ഈ രീതിയിൽ നമുക്ക് നല്ല രീതിയിലൊന്ന് പ്രഷർ ചെയ്ത് പുഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ ഈ സാധനം നമുക്ക് പുറത്തേക്ക് എടുക്കാനും പറ്റും. കണ്ടോ, വാഷറാണത്. ഉണ്ടല്ലേ, വാഷറല്ല, സോറി, ബുഷാണത്, റബ്ബറിൻ്റെ. കണ്ടോ, ഈ സാധനം നമുക്ക് അത് അതിൻ്റെ ഉള്ളിൽ കയറ്റിയതിന് ശേഷം ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. കണ്ടോ, പിന്നെ അത് പോരില്ല. അത്രയേ ഉള്ളൂ സംഭവം. അതിനുശേഷം നമുക്ക് ഈ പാനൽ, അതിന് മുന്നേ നമുക്ക് ഗിയറൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഒരു ആക്ഷൻ കാണിച്ചു തരാം. അതായത് ആ കേബിളിൻ്റെ ഒരു ആക്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മൾ ഗിയർ ഇങ്ങനെ, അതായത് ഈ ഒരു സൈഡിലേക്ക് ഗിയർ ആക്കുന്ന സമയത്താണ് ശരിക്കും അതിന് ആക്ഷൻ വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കണ്ടോ ഫസ്റ്റിൽ ഇടാൻ പറ്റുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ ഇപ്പോൾ ന്യൂട്രായി. കണ്ടോ, സെക്കൻഡ് സിമ്പിളായിട്ട് ആവുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ സംഭവം. ഇത് വെറും 25 രൂപയുള്ളൂ ആ ഒരൊറ്റ ബുഷിന്. അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടെണ്ണമൊക്കെ എക്സ്ട്രാ മേടിച്ച് വെക്കുന്നത് നന്നായിരിക്കും. ഒരെണ്ണമൊക്കെ എക്സ്ട്രാ മേടിച്ച് വെക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ നമ്മളിത് പുതിയത് ഇട്ട സ്ഥിതിക്ക് ഇപ്പോൾ ഇത് കുറച്ച് കാലം ഓടും. നമ്മളിത് ഇട്ടിട്ട് നമ്മൾ ഉപയോഗിച്ച് അത് ദ്രവിച്ച് കംപ്ലൈൻ്റ് ആകുമ്പോഴാണ് ആ സാധനം പൊട്ടിയിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് ആ ഒരു കേബിള് ഇതിനകത്തുനിന്ന് ഡിസ്കണക്റ്റ് ആവുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ ഗിയർ ഇടാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്രയുള്ള സംഭവം. ഇതിനുശേഷം നമുക്ക് ഫുള്ളായിട്ട് ഇത് റീഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സുഖമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ നമ്മൾ തുറന്ന സ്ഥിതിക്ക് ഈ ഭാഗത്തൊക്കെ കുറച്ച് ഗ്രീസി ചെയ്ത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഈ ഭാഗത്തിൻ്റെ എന്തെങ്കിലും ഗ്രീസിങ്ങിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം കൊണ്ട് എന്തെങ്കിലും ചെറിയ രീതിയിൽ ലിവർ എന്തെങ്കിലും ടൈറ്റ് വരികയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തെന്ന് വെച്ചാൽ ഒന്നുകൂടി സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ പാനൽ ക്ലോസ് ചെയ്താൽ നമ്മുടെ ഫുൾ പരിപാടി കഴിഞ്ഞു.
ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സെലക്ടർ കേബിളിൻ്റെ ബുഷ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ മേടിച്ച് കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ ഒരു ചെറിയൊരു സാധനം എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ട് വെച്ചാൽ നമ്മുടെ വണ്ടിക്ക് നല്ല രീതിയിൽ തന്നെ പണി കിട്ടാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ പീരിയോഡിക് സർവീസൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ബുഷ് ശ്രദ്ധിക്കുന്നത് ഒന്ന് നല്ലതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആ ബുഷ് ഇടയ്ക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലൊരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക്